ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം യജ്ഞം. യജ്ഞം എന്നത് വൈദികമായ ഒരു വാക്കാണ്. വേദത്തിലെ കർമ്മകാണ്ഡത്തിലാണ് യാഗങ്ങളെയും യജ്ഞങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് ആളുകൾ ഒത്തൊരുമിച്ച് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തിയിരുന്നു. അഭീഷ്ട കാര്യസിദ്ധിക്കാണ് ഇവ നടത്തിയിരുന്നത്. ഗോക്കളുടെ വർധനവിന്, സത്തുക്കളുടെ നിർഭയത്വത്തിന്, സമുദായത്തിൻ്റെ നന്മയ്ക്ക്, ലോകമംഗളത്തിന് എല്ലാം വേണ്ടി യജ്ഞങ്ങൾ നടത്തിയിരുന്നു. കാലം കുറേ കടന്നുപോയപ്പോൾ യജ്ഞം എന്ന വാക്കിന് ഒരു പുനർവ്യാഖ്യാനം ആവശ്യമായിട്ട് വന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യജ്ഞത്തിനെ നിർവചിച്ചിട്ടുണ്ട്. ഫലസംഗമില്ലാതെ ചെയ്യുന്ന കർമ്മം എന്നാണ് യജ്ഞത്തിന് ഭഗവാൻ കൊടുത്ത നിർവചനം. അർജുനനോട് പറയും, മുക്ത സംഘ സമാചര, സംഘമില്ലാതെ, ഫലത്തിനോട് ഒട്ടലില്ലാതെ കർമ്മം ചെയ്യൂ. ഗീതോപദേശം നടത്തുമ്പോൾ ഭഗവാന്റെ ഒരു കോട്ടബിൾ കോട്ടാണിത്, ഒരു കൊട്ടേഷൻ. നമ്മളെന്നും ഓർത്തിരിക്കേണ്ട കാര്യം, കർമ്മം ചെയ്യുക എന്നത് വർത്തമാനകാലത്തിലാണ്, ഫലം കിട്ടുക എന്നത് ഭാവി കാലത്തിലാണ്. ഭാവിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണമില്ല. അപ്പോൾ ഫലാപേക്ഷയില്ലാതെ കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നത് യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യൂ എന്നതിൻ്റെ പുനർവ്യാഖ്യാനമാണ്. നിസ്വാർത്ഥതയോടെ, സമർപ്പണ മനോഭാവത്തോടെ, സഹകരണത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ്. ഇവിടെ അർജുനന് ചെയ്യേണ്ടത് ഘോരമായ യുദ്ധമാണ്. ആ യുദ്ധം പോലും ഫലത്തിനോടൊട്ടലില്ലാതെ ചെയ്യുകയാണെങ്കിൽ മുക്തിക്ക് കാരണമാകും. ഓർമ്മിക്കുക, ദുര്യോധനനും അർജുനനും ഒരേ കർമ്മമാണ് ചെയ്യുന്നത്. അർജുനൻ ഗീതോപദേശം കേട്ട് ഫലസംഗമില്ലാതെ ക്ഷാത്രധർമ്മം നിർവഹിക്കുന്നു. ദുര്യോധനൻ ഫലത്തോടൊട്ടി നിന്ന് ദുരാഗ്രഹിയായിട്ട് സ്വാർത്ഥതയോടുകൂടി കർമ്മം ചെയ്യുന്നു. ചെയ്യുന്ന കർമ്മം ഒന്നു തന്നെയാണെങ്കിലും ഭാവന മാറി. യജ്ഞത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കണം. കാരണം അറിവുള്ളവർ ഗൃഹസ്ഥർക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഒരു ഗൃഹസ്ഥൻ ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ, ഹിംസകൾ എല്ലാം ചെയ്തു പോകും. അവയിൽ നിന്ന് മുക്തി നേടാൻ അവയ്ക്കൊക്കെ പ്രായശ്ചിത്തമായിട്ട് അറിവുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്നതാണ് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്നത്. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം, ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഇതിൽ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വേദപഠനം, വേദപാരായണം, വേദ അധ്യയനം, ഇതെല്ലാം ബ്രഹ്മയജ്ഞത്തിൽ പെടും. ഋഷിമാരെ ആദരിക്കുക കൂടി ചെയ്യുകയാണ് ഈ ഒരു യജ്ഞത്തിലൂടെ. രണ്ടാമത് ദേവയജ്ഞം. ഈ ചുറ്റും കാണുന്നതെല്ലാം ദേവതകൾ തന്നെ. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ദേവതകൾ തന്നെ. എല്ലാറ്റിൻ്റെയും അനുഗ്രഹത്തോടു കൂടിയാണ് ഒരു ജീവൻ ഇവിടെ നിലനിൽക്കുന്നത്. ആ ദേവതകളെ പൂജിക്കുക എന്നത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. അതാണ് ഈ ഹോമങ്ങളും പൂജകളും. ഒന്നുകില്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി ആ ഒരു സമർപ്പണ മനോഭാവത്തോടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ വന്ദിക്കുക. ഇതാണ് ദേവയജ്ഞം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിതൃയജ്ഞം, മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ബലി, തർപ്പണം, ഇതൊക്കെ ചെയ്യുന്നതാണ് പിതൃയജ്ഞം. ഇത്
മൺമറഞ്ഞവരോടുള്ള ആദരവിനെ സൂചിപ്പിക്കാനാണ്. നമ്മുടെ വീടുകളിൽ പ്രായം ചെന്നവരുണ്ടെങ്കിൽ നമ്മുടെ സേവനമോ പരിചരണമോ ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും ആദരവും പരിചരണവും പിതൃയജ്ഞം തന്നെയാണ്. നൃയജ്ഞം ഒരു മനുഷ്യയജ്ഞമാണത്. അതിഥികളെ സൽക്കരിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതാണ് നൃയജ്ഞം. വേദം പറയുന്നു അതിഥി ദേവോ ഭവ. അതിഥികളെ ദേവനായിട്ട് കണക്കാക്കണം. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്ന കാലത്ത് എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് അവസാനം ഗുരുകുലത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഗുരുകുലം തുടങ്ങാനോ അനുമതി കൊടുക്കുന്നതിന് മുമ്പ് ആ യാത്രയാകുന്ന വേളയിൽ ഗുരു കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കും. അതിലൊന്നാണിത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അതിഥിയെ ഈശ്വരനായിട്ട് കണക്കാക്കുക, അതിഥിയെ സൽക്കരിക്കുക. അതൊരു ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. പഞ്ചമഹായജ്ഞങ്ങളിലൊന്നാണത്. ഇനി ഭൂതയജ്ഞം. എല്ലാ പക്ഷി മൃഗാദികൾക്കും നമ്മുടെ ചുറ്റും ഉള്ള പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക. വേനൽക്കാലത്തൊക്കെ ചെറിയ പാത്രങ്ങളിൽ വെള്ളം എടുത്ത് വയ്ക്കുക. ദാഹിച്ചു വരുന്ന പക്ഷികളോ മൃഗങ്ങളോ കഴിക്കട്ടെ, കുടിക്കട്ടെ. ഉറുമ്പുകൾക്കൊക്കെ അരിപ്പൊടി വിതറിക്കൊടുക്കുക, പഞ്ചസാര വിതറിക്കൊടുക്കുക. ഇതെല്ലാം യജ്ഞം തന്നെയാണ്. ഈ പഞ്ചമഹായജ്ഞങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒരു ഗൃഹസ്ഥൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാത്തവർ മരിച്ചവർക്ക് തുല്യമാണ് എന്നും പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചവർക്ക് തുല്യം. അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കാത്തവൻ അവൻ മൃതനാണ് എന്നാണ് ശാസ്ത്രം. യജ്ഞം എന്ന പദത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ പുനർചിന്തനം നടത്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് നിസ്വാർത്ഥമായ സഹകരണത്തോടെയുള്ള സമർപ്പണത്തോടെയുള്ള കർമ്മം എന്ന് തന്നെയാണ് അർത്ഥം. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒരുവൻ അവൻ്റെ കർമ്മം സമർപ്പണ ഭാവത്തോടെ നിസ്വാർത്ഥ ഭാവത്തോടെ ഫലാപേക്ഷയില്ലാതെ അനുഷ്ഠിച്ചിരിക്കണം. അങ്ങനെ ചെയ്യുന്ന കർമ്മം ചിത്തത്തെ ശുദ്ധമാക്കും. അശുദ്ധമായ ചിത്തത്തിൽ ജ്ഞാനം പ്രകാശിക്കും, അറിവ് വരും. ആ ജ്ഞാനം കൊണ്ട് നമുക്ക് മുക്തി. അതാണ് ജീവൻ്റെ ലക്ഷ്യം. ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം.